പ്രൈസ് ദി ലോർഡ്. വേഗം വരുന്നവനായ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനങ്ങളെ ഞാൻ അറിയിക്കുന്നു. ദാനിയേലിൻ്റെ പുസ്തകം 6-ാം അധ്യായം 28-ാം വാക്യം. എന്നാൽ ദാനിയേൽ ദാരിയാവേശിൻ്റെ വാഴ്ചയിലും പാർസി രാജാവായ കോരശിൻ്റെ വാഴ്ചയിലും ശുഭപ്പെട്ടിരുന്നു. ഹല്ലേലൂയ. രാജാക്കന്മാർ വരികയും പോകുകയും ചെയ്യും, എന്നാൽ ദാനിയേലോ ശുഭപ്പെട്ടിരുന്നു. ദാനിയേലിൻ്റെ ജീവിതത്തിൽ ഹല്ലേലൂയ നെബൂഖദ്നേസർ രാജാവ്, ബെൽഷസ്സർ രാജാവ്, ദാരിയാവേശ് രാജാവ്, കോരശ് രാജാവ്, അങ്ങനെ പല രാജാക്കന്മാരുടെയും ഭരണം വന്നു. എന്നാൽ എല്ലാ കാലഘട്ടത്തിലും ദാനിയേലിനെക്കുറിച്ച് പറയാനുള്ളത് അദ്ദേഹം ശുഭപ്പെട്ടിരുന്നു. പ്രിയനെ, എൻ്റെ ആത്മാവ് ശുഭമായിരിക്കുന്നത് പോലെ നീ സകലത്തിലും ശുഭമായും സുഖമായും ഇരിക്കണമെന്നുള്ള ദൈവത്തിൻ്റെ ആഗ്രഹം പോലെ ഹല്ലേലൂയ ദൈവത്തിൻ്റെ ഭക്തനായ പ്രിയ പുരുഷനായ ഹല്ലേലൂയ ഏറ്റവും പ്രിയപ്പെട്ടവനായ ദാനിയേലിൻ്റെ ജീവിതം ശുഭപ്പെട്ടിരുന്നു. ഇന്ന് പകൽക്കാലവും നമ്മെക്കുറിച്ചും ദൈവത്തിൻ്റെ ആഗ്രഹം അതാ. നാം ആയിരിക്കുന്ന സമയത്ത് നാം ശുഭപ്പെട്ടിരിക്കണം. ഈ ലോകത്തിലെ ഏതൊരപ്പനും തൻ്റെ മക്കൾ ശുഭപ്പെട്ടിരിക്കണം എന്നാഗ്രഹിക്കുന്നുവെങ്കിൽ സ്വർഗസ്ഥനായ നമ്മുടെ പിതാവ് നമ്മെക്കുറിച്ച് ഏറ്റവും നല്ല പദ്ധതിയുള്ള ദൈവമത്രേ. അങ്ങനെയെങ്കിൽ ഇന്ന് രാവിലെ കർത്താവ് പറയുന്നു, നിങ്ങൾ ദാനിയേലിനെ പോലെ ശുഭപ്പെട്ടിരിക്കണം. അങ്ങനെയെങ്കിൽ ദാനിയേലിലുള്ള ചില ഗുണങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്നു. ഒന്ന്, ദാനിയേലിൻ്റെ ആശ്രയം രാജാക്കന്മാരിലായിരുന്നില്ല, രാജാക്കന്മാരുടെ രാജാവിലായിരുന്നു. സകലത്തിൻ്റെ മേൽ വാഴുന്ന ഒരു ദൈവം തനിക്കുണ്ട്. ആ ദൈവത്തിൽ ദാനിയേൽ പൂർണ്ണമായി വിശ്വസിച്ചു. ദാനിയേലിനറിയാം, എൻ്റെ കർത്താവ് കാലങ്ങളെയും സമയങ്ങളെയും ഹല്ലേലൂയ മാറ്റുന്ന ദൈവമത്രേ. ഹല്ലേലൂയ അവൻ രാജാക്കന്മാരെ വാഴിക്കുകയും രാജാക്കന്മാരെ നീക്കുകയും ചെയ്യുന്ന ദൈവമത്രേ. ഹല്ലേലൂയ പലപ്പോഴും നാം ആയിരിക്കുന്ന രാജാക്കന്മാരിൽ ഹല്ലേലൂയ ഈ ഭൂമിയിൽ നമുക്കറിയാവുന്ന രാജാക്കന്മാരിൽ നാം ഹല്ലേലൂയ ആശ്രയം വയ്ക്കും. നാം പറയും, ഇന്ന രാജാവ് വന്നു, കാര്യങ്ങൾ നന്നായി നടക്കും, ഇന്ന ഭരണാധികാരികൾ വന്നാൽ കുറച്ചുകൂടെ നല്ലതായിരിക്കും. പ്രിയരെ, ആര് ഭരിച്ചാലും ആര് മാറിയാലും നമ്മുടെ കർത്താവ് മാറാത്തവനത്രേ. നിത്യനായ രാജാവ് ഇന്നും സിംഹാസനത്തിലിരിക്കുന്നു. ദാനിയേലിന് ഒരു കാര്യം ഉറപ്പാ, എൻ്റെ ദൈവം വാഴുന്നു. അത്യുന്നതനായവൻ ഭൂമിയിലെ സകല രാജ്യത്വങ്ങളുടെ മേലും വാഴുന്നു. ഹല്ലേലൂയ. ഇന്ന് നാം ഈ വചനം കേൾക്കുമ്പോൾ തന്നെ ഒന്ന് വിളിച്ചു പറയാൻ പറ്റുമോ? മാറാത്ത ഒരു കർത്താവ് ഇന്നും എനിക്ക് വേണ്ടി വാഴുന്നു. അവൻ വാഴുന്നത് കൊണ്ട് ഞാനും വാഴുന്നു, അവനോടൊപ്പം ജീവിക്കുന്നു. ഹല്ലേലൂയ. നമ്മുടെ കർത്താവ് രാജാക്കന്മാരുടെ രാജാവത്രേ. അവൻ കർത്താവത്രേ. സകലത്തിൻ്റെ മേലും സകല അധികാരസ്ഥന്മാരുടെ മേലും സകല ഭരണാധികാരിയുടെ മേലും സകല സമയത്തിൻ്റെ മേലും അധികാരമുള്ളവൻ ഇന്നും വാഴുന്ന ദൈവം, മാറാത്ത ദൈവം. നമ്മുടെ ആശ്രയം അവനിലായിരിക്കട്ടെ. മനുഷ്യരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ ദൈവത്തിൽ ആശ്രയിക്കുന്നത് നല്ലത്. പ്രിയരെ, ഇന്ന് പകൽക്കാലം ആശ്രയം കർത്താവിലാണോ, വിശ്വാസം കർത്താവിലാണോ, നീ ഒരു നാളും കുലുങ്ങിപ്പോകത്തില്ല. നീ എല്ലാ കാലത്തും ശുഭപ്പെട്ടിരിക്കും. നമുക്കാര് നന്മ കാണിക്കുമെന്ന് മനുഷ്യർ പലരും പറഞ്ഞിട്ട് മറ്റുള്ളവരിൽ ആശ്രയിക്കുമ്പോൾ ഒരു കാര്യം നാം വിളിച്ചു പറയണം, എനിക്ക് നന്മ കാണിക്കുന്ന, എന്നെ സകല നന്മകളാലും അലങ്കരിക്കുന്ന എൻ്റെ കർത്താവ് ഇന്നും ജീവിക്കുന്നു. അവൻ വാഴുന്ന ദൈവം. രണ്ട്, ദാനിയേലിൻ്റെ പ്രത്യേകത എന്താ? ദാനിയേൽ ഹല്ലേലൂയ തന്നെത്താൻ അശുദ്ധനാക്കിയില്ലെന്ന് ദാനിയേലിൻ്റെ പുസ്തകം 1-ാം അധ്യായം 8-ാം വാക്യത്തിൽ നാം വായിക്കുന്നു. ദാനിയേൽ ഹല്ലേലൂയ രാജഭോജനം കൊണ്ട് തന്നെത്താൻ അശുദ്ധനാക്കിയില്ല. സാഹചര്യങ്ങൾക്കനുസരിച്ച് തൻ്റെ ജീവിത ശൈലി മാറ്റിയില്ല. തനിക്കൊരു വിശുദ്ധ ജീവിതം ഉണ്ടായിരുന്നു. തന്നെ കാണുന്ന ഒരു ദൈവം ഉണ്ടെന്ന് മാത്രമല്ല, ആ ദൈവത്തിൻ്റെ പ്രമാണത്തെ താൻ മുറുകെ പിടിച്ചു. ഹല്ലേലൂയ. ലോകത്തിൻ്റെ ഒഴുക്കിനോ ഒത്ത് താൻ ഒഴുകിപ്പോയില്ല. തൻ്റെ പ്രമാണത്തെ മുറുകെ പിടിച്ചുകൊണ്ട് വിശുദ്ധിയോടെ ജീവിച്ചു. നിങ്ങൾക്കറിയാം, അനുഗ്രഹിക്കപ്പെടുവാനുള്ള ഒരു മുഖാന്തരം നിങ്ങളുടെ വിശുദ്ധിയാണ്. നോക്ക്, ജോസഫിൻ്റെ ചരിത്രം ഒന്ന് നോക്കിയായിട്ട് ഹല്ലേലൂയ പലരും തനിക്കെതിരെ നിന്നു, പലരും തന്നെ പ്രലോഭിപ്പിച്ചു, പലരും തന്നെ തെറ്റിലേക്ക് കൊണ്ടുപോകാൻ ശ്രമിച്ചു. എന്നാൽ ഹല്ലേലൂയ ജോസഫ് വിശുദ്ധിയോടുകൂടെ നിന്നു. ഇന്ന് രാവിലെയും വിശുദ്ധിയോടുകൂടെ നിൽക്കുന്ന ദൈവ പൈതലേ, വിശുദ്ധനായ ദൈവം നിന്നെ മാനിക്കും. വിശുദ്ധി ദൈവത്തിൻ്റെ മുഖമുദ്രയത്രേ. നീയും വിശുദ്ധനായി ജീവിച്ചാട്ട്. നീ ആയിരിക്കുന്ന സമൂഹത്തിൽ, നീ ആയിരിക്കുന്ന കുടുംബത്തിൽ, നീ ആയിരിക്കുന്ന ജീവിതത്തിൻ്റെ സാഹചര്യത്തിൽ വിശുദ്ധിയെ ഒന്ന് മുറുകെ പിടിക്കുമോ, നിശ്ചയമായി കർത്താവ് നിന്നെ അനുഗ്രഹിക്കും. കർത്താവിൻ്റെ
നന്മ നിൻ്റെ കൂടെ ഇരിക്കും. വീണ്ടും ദാനിയേലിൻ്റെ പുസ്തകത്തിൽ 6-ാം അധ്യായത്തിൽ നാം ദാനിയേലിൻ്റെ മറ്റൊരു ഗുണം കാണുന്നു. ദാനിയേൽ പതിവ് പോലെ പ്രാർത്ഥിക്കും. ഒരു പ്രശ്നം വരുമ്പോൾ പ്രാർത്ഥിക്കുമെന്നല്ല, ഒരു പ്രശ്നം വരുമ്പോൾ ഉപവാസ പ്രാർത്ഥന പ്രഖ്യാപിക്കുമെന്നല്ല, താൻ പതിവ് പോലെ തൻ്റെ ജീവിതത്തിൽ ഒരു പതിവുണ്ട്. കാലത്തും ഉച്ചയ്ക്കും വൈകിട്ടും ദൈവം മുമ്പാകെ പ്രാർത്ഥിക്കുന്ന ഒരു സ്വഭാവം. പ്രിയരെ, നിങ്ങളുടെ ഭവനത്തിനകത്ത് ആ ഒരു സ്വഭാവമുണ്ടോ? നിങ്ങൾ എന്തെങ്കിലും ചെയ്യുന്നതിന് മുമ്പ് ഹല്ലേലൂയ ഒന്ന് പ്രാർത്ഥിച്ചു വിടുക മാത്രമല്ല, നിങ്ങൾക്കൊരു പതിവ് വേണം. എല്ലാത്തിലും മുമ്പേ എൻ്റെ ദൈവത്തിൽ ആശ്രയിക്കാൻ. ദാനിയേലിൽ ദൈവം കൊടുത്ത ഏറ്റവും നല്ലൊരു സ്വഭാവവും അതുതന്നെയാണ്. ദാനിയേൽ പതിവ് പോലെ പ്രാർത്ഥിക്കും. തൻ്റെ സങ്കടം ദൈവം മുമ്പാകെ ബോധിപ്പിക്കും. തൻ്റെ ദൈവത്തിന് സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കും. താൻ മുട്ടുമടക്കി ദൈവം മുമ്പാകെ പ്രാർത്ഥിക്കും. ഇന്ന് രാവിലെയും ഈ വചനം കേൾക്കുന്ന നിങ്ങൾ ഹല്ലേലൂയ ദൈവം മുമ്പാകെ മുഴങ്കാൽ മടക്കി പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണോ? അങ്ങനൊരു പതിവ് നിങ്ങൾക്കുണ്ടോ? നിങ്ങൾക്കൊരു സമയം വെച്ചുള്ള പ്രാർത്ഥനയുണ്ടോ? നിശ്ചയമായി കർത്താവ് നിങ്ങളെ മാനിക്കും. നിങ്ങൾ ദൈവം മുമ്പാകെ കൊടുക്കുന്ന ഏറ്റവും വലിയ പ്രയോറിറ്റി അതാ. മനുഷ്യരിൽ ഹല്ലേലൂയ മനുഷ്യർക്ക് കൊടുക്കുന്നതിനെക്കാട്ടിലുപരി ദൈവത്തിന് 1-ാം സ്ഥാനം കൊടുക്കുമെങ്കിൽ നിശ്ചയമായി ഈ കർത്താവ് നിങ്ങളെ മാനിക്കും. ഹല്ലേലൂയ ഭരണാധികാരികൾ മാറിയാലും പുതിയ ആൾക്കാർ വന്നോട്ടെ, പഴയ ആൾക്കാർ പൊക്കോട്ടെ, ഹല്ലേലൂയ ദേശത്തിൻ്റെ നിയമങ്ങൾ മാറട്ടെ, ദേശത്തിൻ്റെ സിറ്റുവേഷൻ എന്തുമായിക്കോട്ടെ, കാലാവസ്ഥകൾ മാറട്ടെ, ഹല്ലേലൂയ ഏത് സീസണിലും ഏത് കാലഘട്ടത്തിലും ഏത് വ്യക്തികളുടെ മുമ്പിലും ദൈവം നിങ്ങളെ മാനിക്കും, നിങ്ങളെ ജയോത്സവമാക്കി നടത്തും. ഹല്ലേലൂയ നാം എന്നും ചിന്തിക്കുന്നത് പോലെ നമ്മെ എല്ലായിടത്തും എല്ലായ്പ്പോഴും ക്രിസ്തയേശുവിൽ ജയോത്സവമാക്കി നടത്തും. ഗോഡ് ബ്ലസ് യു. ആമീൻ.